നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രേവതിയുടെ ക്യാരക്ടറേ ശരിയല്ല. ഭർത്താവ് ഉണ്ടായിരുന്നപ്പോ തന്നെ അവക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറി ഉടമ, വലിയ സ്വർണ്ണക്കടക്കാരനല്ലേ, കോടീശ്വരനല്ലേ എന്നൊക്കെ കരുതി കെട്ടിയവനെ കളഞ്ഞിട്ട് അവന്റെ കുടങ്ങ് ഒളിച്ചോടിപ്പോയി. പിന്നെയല്ലേ അറിയുന്നത് അവൻ നടത്തിയിരുന്ന കടയെന്ന് പറയുന്നതേ ഗോൾഡ് കവറിംഗ് കടയാണെന്ന്. അവൻ ഗിഫ്റ്റായി രേവതിക്ക് കൊടുത്തിരുന്നത് മുഴുവനേ 1 ഗ്രാം ഗോൾഡ് ആയിരുന്നു. അത്രയ്ക്ക് പൊട്ടിയ അവള്. ഓ, ഇവളുമാരൊക്കെ ക്ലബ്ബിൽ വന്നാലേ ഞാൻ വരച്ച വരയിൽ അങ്ങ് നിർത്തും. എന്തായാലും കമ്പനികൾ കൊള്ളാം. ഒരാളുടെ ഫാമിലിയെ സൂപ്പർ, ഒരാൾക്ക് മോഷണം, പിന്നെ ഒരാൾക്ക് ഒളിച്ചോട്ടം. അടിപൊളി. ഓ, അത് ശരി. അതിന്റെ പേരിൽ എന്നെ കളിയാക്കാന്നാണോ? ഞങ്ങളല്ലല്ലോ കളിയാക്കിയത്. തനിച്ചിരുന്ന് കൂട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങളുടെ നേരെ ചൂടാവുന്നോ? അല്ല, ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങോട്ട് ഇപ്പൊ എന്തിനാ ക്ഷണിച്ചു വരുത്തുന്നത് മാഡം? ഇവരും കൂടി അംഗങ്ങളായ ക്ലബിലെ അംഗങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ നീ എന്നെ തല്ലിയത്. അതിനി അറിയാൻ ഈ ക്ലബിലെ ആരും തന്നെ ബാക്കിയില്ല. ക്ലബിലെ CCTVയിലൂടെ എല്ലാ അംഗങ്ങളും കണ്ടു. അതോടുകൂടി ഞാനൊന്ന് ഡിമ്മായി നിൽക്കും അവിടെ. എനിക്ക് എന്റെ പഴയ നിലയും വിലയും വീണ്ടെടുക്കണമെങ്കിലേ നീ എന്റെ അടിമ പണിയാ ഇവിടെ ചെയ്യുന്നതെന്ന് അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അവരൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി ഞാൻ കാണിച്ചു തരാം നിനക്ക്. കാണിക്കാൻ പോകുന്നത് ഞാനല്ലേ. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ മാഡം, നല്ല വൃത്തിയായിട്ട് തന്നെ കാണാം. ശിവാനി, അവര് വന്നു തോന്നുന്നു. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എടി, അവർക്ക് കുടിക്കാനേ ഡ്രിങ്ക്സ് എടുത്ത് വെക്കേ. വാ ശിവാനി. വാ, എന്താ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞേ? വാ വാ. ഹായ് മീനാക്ഷി. ഹായ്. ഹായ് രേവതി. എന്തായാലും നിങ്ങൾ 3 പേരും വന്നല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പ്രസിഡന്റ് വരാൻ പറഞ്ഞാ വരണം, അതാണല്ലോ ക്ലബിലെ നിയമം. അല്ല ജ്യോതിർമയി, ഇത് നമ്മുടെ വസുന്ധരയുടെ വീടല്ലേ? ഞാൻ പണ്ടെന്ന് വന്നതുപോലൊരു ഓർമ്മ. വീടൊക്കെ വസുന്ധരയുടെ തന്നെയാ, പക്ഷേ ഇതിപ്പോ എന്റെ ഉടമസ്ഥതയല്ല. അപ്പോ വസുന്ധര ഇവിടെ ഇല്ലേ? തൽക്കാലം ഇവിടെ ഇല്ല. ബാക്കിയൊക്കെ ഞാൻ വഴിയേ പറയാം.